സ്വാമി, അങ്ങ് മാത്രമേ ഞങ്ങൾക്കൊരാശ്രയമായിട്ടുള്ളൂ. എന്റെ മോന്റെ പോക്ക് ശരിയല്ലെന്ന് അവിടുന്നെങ്കിലും അവനെ ഒന്ന് ഉപദേശിക്കണം. ആരൊക്കെ ഉപദേശിച്ചാലും കേൾക്കാൻ സന്മനസ്സുണ്ടായാലേ പ്രയോജനവും. പോലീസുകാരെ പേടിച്ച് കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല സ്വാമി. ഒരുവന്റെ കർമ്മഫലം അവന്റെ കുടുംബത്തെയും ബാധിക്കും. ഇവക്കാണെങ്കിൽ അടിക്കടി ബോധക്കേടും അസുഖമാണ് സ്വാമി. ഏതായാലും പരമ വരുമ്പോ ഞാനൊന്ന് അന്വേഷിച്ചു പറയും. എന്റെ എളിയ അഭിപ്രായം ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ൂറ്റികെട്ട് മുമ്പാകെട്ട് ഉപ്പുമറ്റം കെട്ടെന്ന് പറഞ്ഞതുപോലെ അവൻ മോഷ്ടിച്ച് ഒടുവിൽ കയറിയത് ക്രിസ്ത്യാനിയുടെ വണ്ടിയില്ല. ഈ കുരിശു മോഷണത്തോടെ അവന്റെ കച്ചവടം കഴിഞ്ഞത്. എന്നാലും മരണത്ത് പള്ളി കയറി കുരിശു മോഷ്ടിച്ചത് ഒരു വലിയ ചങ്കൂറ്റം തന്നെ. ഈ അടുത്ത ഘട്ടം എവിടേക്കാണെന്ന് അറിയാമോ? തൂക്കുമാറ്റി. അനന്ത, ആ ചെല്ലിക്ക് കയ്യാവും വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉറച്ചില്ല. പോലീസ് നാടൊട്ട് കരിച്ചു വരുന്നുണ്ടെന്നാണ്. സ്ഥലവുമായി ബന്ധപ്പെട്ട പലരെയും ഇതിനകം പിടികൂടി കഴിഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ അവനെയും ഞങ്ങളുടെ വലയിൽ വിടും. അവനെ നിങ്ങൾ പിടിച്ചിട്ട് വേണം എനിക്കെന്റെ മോളോട് 4 വർത്തമാനം പറയാൻ. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മോനെ, മോനെ, ചേട്ടാ, ലക്ഷ്മിക്കുട്ടി, ചേട്ടാ, ഈ പെണ്ണിനെ ഇങ്ങനിട്ട് തീ തീറ്റാൻ വേണ്ടിയിട്ടാണോ നീ വിളിച്ചിറക്കി കൊണ്ടുവന്നത്? അല്ലലറിയാതെ വളർന്ന ഒരു പെണ്ണ അതിനെ കണ്ണീര് കുടിപ്പിച്ചാൽ ഈശ്വരം സഹിക്കില്ല മോനെ. അമ്മയോട് ക്ഷമിക്കും. എടാ പരമു, നീ ഇതുവരെ കാണിച്ചിട്ടുള്ള കൊളരാടികളെല്ലാം ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. നീ ആ പള്ളിക്കറി കുറിച്ചു ഓട്ടിച്ച് എന്തിനാടാ? ദൈവം എല്ലാവർക്കും ഒന്നാ മോനെ. അവിടെ നീ തൊട്ട് കളിക്കുന്നത് ചീത്തക്കളിയാ. അമ്മേ, ഒരുത്തൻ ഞങ്ങളെ ചതിച്ചതാണ്. ആ സത്യം ആർക്കും അറിയില്ല. എടാ, ഈ പെങ്കൊച്ചു ഗർഭിണിയാ. അവളോട് സന്തോഷമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ പോലും നിനക്ക് നേരമില്ലാതായി പോയില്ല. ഞാനിപ്പോ ഒളിവിൽ കഴിയണമെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ചേട്ടാ, എത്ര നാളിങ്ങനെ കഴിയും? ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കാം. പക്ഷേ ഒരു പാവവും ചെയ്യാത്ത നമ്മുടെ അമ്മയെ പോലീസുകാർ ചീത്ത പറയുകയും ആട്ടുകയും ചെയ്യുന്നത് കാണാൻ വിഷവുമാണ് ചേട്ടാ. ലക്ഷ്മിക്കുട്ടി, ഞാനൊരു ധർമ്മസങ്കടത്തിലാണ്. സത്യത്തിൽ ഞാൻ ചെയ്യാത്ത കുറ്റമാണ് എന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. എടാ, നീ ആ സ്വാമിയോടെ ഒന്ന് പോയി കാണും. അദ്ദേഹം നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തരും. സ്വാമി വന്നിട്ടുണ്ടോ അമ്മേ? കഴിഞ്ഞ ആഴ്ച ദേവസന്നിധി വന്നിരുന്നു മോനെ. നീ പോയതിനു ശേഷം ലക്ഷ്മിക്കുട്ടിക്ക് 2-3 പ്രാവശ്യം തലചുറ്റലും പനിയൊക്കെ വന്നു. ഞാൻ അവളെ സ്വാമിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. സ്വാമി കുറച്ച് ഭസ്മം കൊടുത്ത് അതൊക്കെ അങ്ങ് മാറി. ചേട്ടനെ സ്വാമിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കാണാം ലക്ഷ്മി, ഇന്ന് തന്നെ പോയി കാണാം. നേരെ ചൊവ്വേ വന്ന് ഒരുപടി ചോറ് പോലും തിന്നാൻ കഴിയുന്നില്ലല്ലോ മക്കളെ. പോലീസിന്റെ കയ്യിൽ പെടാതെ കുറച്ചാളൂടെ ഇങ്ങനെ കഴിയണം കൊച്ചുമ്മ. അവരുടെ കണ്ണിൽ പൊടിയിട്ട് ഉമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് വന്നോളാം. എന്റെ പരമനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ മക്കളെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റില്ലേ?
ഞാൻ തെറ്റായ മാർഗത്തിൽ ജീവിച്ചോളാം. എന്റെ അപരാധങ്ങൾ പുറത്ത് എനിക്ക് മാപ്പ് തരണം. കുഞ്ഞെ, നിന്റെ പാപത്തിന്റെ പരിഹാരം ഈ കണ്ണുനീർ തന്നെയാണ്. മനസ്സാക്കി തെറ്റിദ്ധരിക്കാൻ തയ്യാറായാൽ പുനർജന്മം കിട്ടിയതിന് തുല്യമാണ്. പരമോ, അങ്ങനെ മനസ്സിലാക്കിയോ? നീ ഏത് വേഷത്തിൽ വന്നാലും നിന്നെ ഞാൻ തിരിച്ചറിയും. ഞാൻ മനസ്സമാധാനം തേടി വന്നതാണ് സ്വാമി. നീ സഞ്ചരിക്കുന്ന മാർഗത്തിൽ ഒരിക്കലും സമാധാനം കണ്ടെത്താൻ കഴിയുകയില്ല. നീ പിന്തിരിഞ്ഞേ പറ്റൂ. സ്വാമി, നിനക്ക് വിലങ്ങ് പണിഞ്ഞത് നീ തന്നെയാണ്. പക്ഷേ നിന്റെ കുടുംബത്തെയെങ്കിലും നീ മറക്കാതിരിക്കുക. സ്വാമി, സ്വാമി, പരമൂനെ പിടിക്കാൻ കൊട്ടാരത്തിൽ നിന്നും അനന്തരം നേരിട്ട് നിയമിച്ചിരിക്കുക. അവനെ അമർച്ച ചെയ്താൽ എനിക്ക് വീരത്വങ്ങൾ കിട്ടുന്നു. സ്വാമി, അവനെ ആശ്രയിക്കണം. അപ്പോൾ പരമ നിങ്ങളുടെ ആരാണ്? അവൻ നിന്നെന്റെ ആരുമല്ല സ്വാമി. ഇടത് കൈക്ക് വീരശങ്കല കിട്ടാൻ വലത് കൈ വെട്ടണോ പത്തുള്ളേ? കണ്ടുപിടിക്കേണ്ട വസ്തു നമ്മുടെ കൺമുമ്പിലുണ്ടായാൽ പോലും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരും. പക്ഷെ പിടിക്കപ്പെടേണ്ട നിമിഷത്തിൽ അകപ്പെടുക തന്നെ ചെയ്യും. കുന്തം കിട്ടി. ഇതാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ. ഇതാണ് എന്തിനാണ് കൊച്ചമ്മ അന്വേഷിക്കുന്നത്? കൊച്ചമ്മ എല്ലാവരും അന്വേഷിക്കുന്നത്. അത് പറഞ്ഞു എന്താ ഇത്? കൊച്ചമ്മ നിർത്തി. അങ്ങനെ നിർത്താൻ പറ്റുമോ? പൊന്നമ്മ ഏർപ്പാടൊക്കെ നിർത്തിയല്ലേ? ജമ്പുലങ്ങത്തിന് മറ്റൊരു വന്നോടെ കൊച്ചമ്മയുടെ മനസ്സ് മാറ്റി. എനിക്ക് വന്നിട്ടൊന്നും വന്നിട്ടില്ല. അല്ല, പൊന്നമ്മയ്ക്ക് പണത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാമെന്നാ. നിങ്ങൾ പൊയ്ക്കോ. നീയാണാകെ മാറിപ്പോയത്. അയ്യോ, ഒരു മാസം. ഞാൻ നിന്റെ സാധനങ്ങളൊക്കെ എനിക്ക് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. എല്ലാം പിടിച്ചിട്ട് തന്നെയാണ്. മകന് എനിക്ക് ഇവിടെ വരാൻ പറ്റുമെന്ന് അറിയാമല്ലോ. അപ്പൊ നാളെ രാത്രി 12 മണിക്ക് വന്നാൽ എല്ലാം ഭദ്രമായിട്ട് കിട്ടിയത്. എന്നാ ഞാൻ പൊക്കോട്ടെ. ചെമ്പുളിങ്ങത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം അന്ന് പോയത് പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഓഹോ, ഞാൻ ഇന്ന് പഴയ പൊന്നമ്മ എന്റെ ചേട്ടാ. എന്റെ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പ്രായച്ചിട്ട് ചെയ്യാം. വളരെ സന്തോഷം. ദൈവം നിനക്ക് നല്ലത്. എന്റെ ഇഷ്ട പോയി പോലീസുകാർ ഓട്ടി ഇത്തിഗ്രാറ്റി ചാടി എന്തോ പാകപ്പെട രാവിലെ പ്രേതമാണ്. അതു എന്റെ വലത് കൈ പോയടാ. വരുന്നുണ്ടോ? ഇത്രയും താമസിച്ചുകൊണ്ട് വഴിക്ക് വല്ല അപകടവും പറ്റി കാണുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അപ്പിപ്പിള്ളേ, നേർവഴിക്ക് എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടായോ? ആട്ടെ, ഞാൻ തന്ന സാധനങ്ങളൊക്കെ എവിടെ? കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് എല്ലാം ചാക്കി കെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഒന്നും പേടിക്കേണ്ട, ആരും വരികയല്ല ഇവിടെ. ചാക്കിട്ട് എവിടെ?
എടാ അപ്പി, നീ എന്നെ ഒറ്റപ്പെടുക്കുകയായിരുന്നു അല്ലേ? എടാ, ഒന്നുറങ്ങിയത് കൊണ്ട് നേരം വിളിക്കില്ലടാ. നീ ചെവിയിൽ നുള്ളിക്കോ. നടക്ക്. കാലം ജയിച്ചാടി എങ്ങാനും വന്നാൽ നമ്മളെ തട്ടിക്കളയും. നിനക്ക് പ്രാന്തുണ്ടോടി ജാനകി? ഈ ജയിലിൽ നിന്ന് വരുന്നത് പരമുവിന്റെ ശവമായിരിക്കും.